ഈ കിടന്ന് തിളയ്ക്കുന്നത് വേറൊന്നുമില്ല, മീനിൻ്റെ മുള്ളും തലയൊക്കെയാണ്. അമ്പലത്തിൽ പോയിട്ട് പോരുന്ന വഴിക്ക് കപ്പയും മീനൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. സമയം ഏകദേശം 2 മണിയൊക്കെ കഴിഞ്ഞു. ഇനി കപ്പയും വേവിച്ച് മീൻകറി വയ്ക്കാം. മീൻ ചൂരായതുകൊണ്ട് തന്നെ കൊച്ചുള്ളിയൊക്കെ ഇട്ടൊന്ന് വറുത്തരച്ച് വെച്ചാലോ എന്നൊരു ആലോചന. മീൻകറിക്കായിട്ട് തേങ്ങയും ഉലുവയൊന്ന് വറുത്ത്, തേങ്ങ മൂക്കുമ്പോൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് നന്നായിട്ട് വറുത്തെടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. ചട്ടി ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൊച്ചുള്ളിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റണം. വെളുത്തുള്ളി നന്നായിട്ടൊന്ന് ചതച്ചിടണം. ഉപ്പും കൂടി ചേർത്ത് വേണം വഴറ്റാൻ. എല്ലാം ചെറുതായിട്ടൊന്ന് മൂക്കുമ്പോഴേക്കും അരപ്പും ചേർത്ത് കുറച്ച് ചൂടുവെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് മുള്ളും തലയും ഒക്കെ മാറ്റിയിട്ടുള്ള മീൻ കഷ്ണങ്ങളിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് അടച്ചു വെച്ച് വേവിക്കണം. മീൻകറി വെച്ച ബാക്കിയുള്ള അരപ്പ് ചേർത്ത് മുള്ളും തലയും കൂടി ഒന്ന് വറ്റിച്ചെടുക്കാം. കപ്പയും മീൻകറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല വിശപ്പുമുണ്ട്. ഇനി കുറച്ച് ചൂട് കപ്പയും നല്ല ചൂട് മീൻകറിയൊക്കെ ഒഴിച്ച് കഴിക്കാം. ഇന്നത്തേക്ക് ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.